നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണോ? നിങ്ങളുടെ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് കരയാൻ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു തവണയല്ല, ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നതിന് മുന്നേ എൻ്റെ ജീവിതത്തിൽ ആകമാനം സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ഞാൻ വലഞ്ഞിട്ടുണ്ട്. പണം നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്ന അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? നിങ്ങൾ കൊടുത്ത വ്യക്തികൾ ആരും നിങ്ങൾക്ക് സമയത്ത് തിരിച്ചു തരുന്നില്ല. കിട്ടാനുള്ള പൈസ എവിടെയൊക്കെയോ ബ്ലോക്കായിട്ട് നിൽപ്പുണ്ട്. അല്ലെങ്കിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല, കിട്ടാനുമില്ല, ചോദിച്ചാൽ ആരും തരാനുമില്ല. യാതൊരു വിധത്തിലുള്ള പണവും നമ്മളിലേക്ക് വരാനുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? പേടിക്കണ്ട, 24 മണിക്കൂറിനുള്ളിൽ പണം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു പവർഫുൾ ടെക്നിക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഞാൻ ഷൈന അഭിനന്ദ്, ICPR പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയാണ്. മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച്. പണത്തെ വളരെ വേഗത്തിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ആകർഷണ നിയമത്തിലെ ഒരു ടെക്നിക്കാണ് സ്വിച്ച് വേർഡുകൾ എഴുതുക അല്ലെങ്കിൽ പറയുക എന്നുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമുക്ക് സ്വിച്ച് വേർഡുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. ആരാണ് സ്വിച്ച് വേർഡുകൾ കണ്ടെത്തിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. ജെയിംസ് ടി മങ്കൻ എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്ററാണ് സ്വിച്ച് വേർഡുകൾ കണ്ടെത്തിയത്. അദ്ദേഹം ധാരാളം കഷ്ടതകളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് അദ്ദേഹം നടത്തിയ ധാരാളം പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് സ്വിച്ച് വേർഡുകൾ അദ്ദേഹം കണ്ടെത്തിയത്. 1960 കാലഘട്ടങ്ങളിലാണ് ജെയിംസ് ടി മങ്കൻ ഇത് കണ്ടെത്തുന്നത്. അതിനു വേണ്ടി അദ്ദേഹം തൻ്റെ ദ സീക്രട്ട് ഓഫ് പെർഫെക്റ്റ് ലിവിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 100ഓളം സ്വിച്ച് വേർഡുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. സ്വിച്ച് വേർഡുകൾ ശരിക്കും എങ്ങനെയാണ് മനുഷ്യ മനസ്സിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറിപ്പോകാൻ പാകത്തിനാണ് ഓരോ സ്വിച്ച് വേർഡുകളെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് വേർഡുകൾ ഡയറക്റ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഓരോ സ്വിച്ച് വേർഡുകളുടെയും പവർ എന്ന് പറയുന്നത് ഇമ്മൻസ് പവറാണ്, ഇമ്മൻസ് പോസിറ്റിവിറ്റിയാണ്. മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നവർക്കറിയാം, സാധാരണ മന്ത്രങ്ങൾ എവരി ഡേ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി വർദ്ധിച്ചു വരുന്നത് ആ ജപിക്കുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എവ്രി ഡേ വല്ലപ്പോഴും ജപിച്ചിട്ട് പിന്നെ ചുമ്മാ ഇരിക്കുന്ന ആ രീതിക്കല്ല, എല്ലാ ദിവസവും പ്രത്യേക മന്ത്രങ്ങൾ ഏതെങ്കിലും നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിയിട്ട് ജീവിതം പ്രോസ്പെറസ് ആകാൻ തുടങ്ങും, പോസിറ്റിവിറ്റി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും. അതുപോലെ പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണ് സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്നത്. സ്വിച്ച് വേർഡുകളെ മോഡേൺ മന്ത്രാസ് എന്ന് പറയുന്ന അപരനാമ ത്തിലും അറിയപ്പെടാറുണ്ട്. ഇനി നമുക്കിവിടെ ആവശ്യം പണത്തെ നമ്മളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ള മണി സ്വിച്ച് വേർഡാണ്. അപ്പോൾ പണം നമ്മളിലേക്ക് വരാതെ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പണത്തിന് നമ്മളോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല. പണം നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചിന്തകൾ, പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ തെറ്റായത് കൊണ്ട് മാത്രമായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും കൂടുതൽ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ഒരുപാട് പണം സമ്പാദിക്കാൻ പാടില്ല, പണം സമ്പാദിക്കുന്നവരെല്ലാം എന്തോ റോങ് ആയിട്ടുള്ള വേയിലൂടെയാണ് പണം സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ പണത്തെക്കുറിച്ചൊരു ചിന്ത പോലും നമുക്കുണ്ടാവില്ല. നമുക്കുള്ള ചിന്തകളെല്ലാം എന്തിനെക്കുറിച്ചായിരിക്കും? കടത്തെക്കുറിച്ചായിരിക്കും, ബാധ്യതകളെക്കുറിച്ചായിരിക്കും, പണമില്ലാത്ത അവസ്ഥകളെക്കുറിച്ചായിരിക്കും സദാ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കൊടുക്കാൻ വൈകുന്നതിനെക്കുറിച്ചുള്ള
കുറിച്ചുള്ള ചിന്തകളായിരിക്കാം. എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത ആവലാതികളിലായിരിക്കാം നമ്മൾ നിലനിൽക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ശക്തമായി ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ് സമയത്ത് നമ്മുടെ കയ്യിലേക്ക് പണം വരാത്ത രീതിയിൽ മണി ബ്ലോക്കായിട്ട് അത് നിൽപ്പുണ്ട്. ആ മണി ബ്ലോക്കിനെ മാറ്റാനായിട്ട് പവർഫുള്ളായിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഡിവൈൻ മണി ഹിയർ നൗ. ദൈവികമായ പണം ഇപ്പോൾ ഇവിടെ ഉണ്ട്. വെറുമൊരു തമാശയായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. 21 പ്രാവശ്യം എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ 21 പ്രാവശ്യം നിങ്ങളിത് എഴുതി ശീലിക്കുകയാണെങ്കിൽ, പറയുന്നതും പവർഫുള്ളാണ്, പറയുന്നതിനേക്കാളും 3 ഇരട്ടി പവർഫുള്ളാണ് നമ്മൾ ഒരു പുസ്തകം എടുത്തിട്ട് ഇത് എഴുതി വെക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആദ്യം എഴുതി 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ നിങ്ങളുടെ കയ്യിലേക്കോ അത്ഭുതകരമായിട്ട് പണം വന്നെത്തും. നിങ്ങൾ എത്രമാത്രം വിശ്വസിച്ചുകൊണ്ടാണോ ഇത് എഴുതുന്നത് എന്നതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും പണം നിങ്ങളിലേക്ക് എത്തുന്നത്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതി തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ ആകർഷണ നിയമത്തിലെ ടെക്നിക്കാണ് ഈ സ്വിച്ച് വേർഡ്, ഈ മണി സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വർഷങ്ങളായിട്ട് ഞാൻ ആ എഴുത്ത് മുടക്കിയിട്ടില്ല. ഇന്നും എവ്രി ഡേ 21 ടൈംസ് ഞാൻ പുസ്തകത്തിൽ ഡിവൈൻ മണി ഹിയർ നൗ എന്ന് എഴുതി വെച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. എൻ്റെ 0 ബാലൻസ് അക്കൗണ്ട് ആയിരുന്ന അക്കൗണ്ട് ഇത് എഴുതി തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെയും അതിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല. 100% ജെനുവിനിറ്റിയോടെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ടും എഴുതാം. ഇത് എഴുതി പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അപ്പോൾ ധൈര്യമായിട്ട് എഴുതിക്കോളൂ. എല്ലാ ദിവസവും 21 പ്രാവശ്യം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ. അതോടൊപ്പം തന്നെ എപ്പോഴൊക്കെയാണോ മോശമായ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും മറ്റു മനുഷ്യരെ കുറിച്ചുള്ള ദുഷിപ്പുകളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നത് പകൽ സമയത്തൊക്കെ, ആ സമയത്തൊക്കെ ഒരു മന്ത്രം ജപിക്കുന്നത് പോലെ ഈ സെൻറ്റൻസ് അങ്ങ് പറയാം, ഡിവൈൻ മണി ഹിയർ നൗ, ഡിവൈൻ മണി ഹിയർ നൗ. ഒരു 10 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കുമ്പം തന്നെ ആ നിങ്ങളുടെ വൈബ്രേഷൻ ഇത് ഉയർത്തിക്കൊണ്ട് വരുന്നതായിട്ട് കാണാം. എത്രത്തോളം ആഴത്തിലേക്ക് നിങ്ങളിത് പറയുന്നോ, എത്രത്തോളം ഫീൽ ചെയ്ത്, എത്രത്തോളം വിശ്വസിച്ച് നിങ്ങളിത് പറയുന്നോ, അത്രത്തോളം വേഗത്തിൽ അത്രത്തോളം വലിയ വലിയ എമൗണ്ടുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വ്യക്തികളും നിങ്ങളിലേക്ക് കണക്റ്റ് ആവും. ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിൽ ഞാൻ 2 വരി പാട്ട് പാടിയിട്ടുണ്ട്. അത് ഓരോ മനുഷ്യൻ്റെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അത്തരം പാട്ടുകളൊന്നും റെഗുലറായിട്ടോ ജീവിതത്തിൽ പാടിക്കൊണ്ട് നടക്കരുത്. അതൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ്. നമ്മൾ എത്രത്തോളം തവണ അത് പാടുമോ അതേ അവസ്ഥ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.